ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടൊക്കെ കുലുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പീക്കറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പീക്കർ JBL PartyBox 110 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. ഇതിന് മുമ്പേ ഇറങ്ങിയിട്ടുള്ള PartyBox 100 എന്ന് പറഞ്ഞ മോഡൽ നല്ല കസ്റ്റമർ റിവ്യൂ കിട്ടിയ ഒരു മോഡലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു സ്പീക്കർ വന്നിട്ടുള്ളത്. അതിലും നല്ല ഫീച്ചേഴ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നൊരു സ്പീക്കറും കൂടിയാണിത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ബോക്സിലാണ് ഈ ഒരു സ്പീക്കർ വന്നിരിക്കുന്നത്. ബോക്സിന്റെ മേലെ കുറേ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഐറ്റം പുറത്തേക്ക് എടുത്തതിന് ശേഷം സൗണ്ടൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സീൽ വരുന്നത് ഓപ്പൺ ചെയ്യും. അപ്പോൾ സീലൊക്കെ പൊട്ടിച്ച് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല 3 തെർമാക്കോളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള പാക്കിങ്ങിലാണ് വരുന്നത്. സൈഡിലായിട്ടൊരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നത് പവർ അഡാപ്റ്റർ 3 പിൻ. UIയിൽ നമുക്കിവിടെ 3 പിന്നാണ് വരുന്നത്. പിന്നെ ഉള്ളതൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. പിന്നെ വേറെ ഒന്നും ഇതില്ല, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നല്ല സെറ്റപ്പായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടിപൊളി പാക്കിങ്ങിലാണ് വരുന്നത്. പൊളി. അപ്പോൾ ഇതാണ് നമ്മളെ JBL PartyBox 110 എന്ന മോഡല്. നല്ല ഭംഗിയുള്ള ഒരു മോഡലും കൂടാണിത്. ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഗ്രില്ലാണ്. 2 സൈഡും ബാക്കൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ബൂഫറും ഇവിടെ ഒരു ബൂഫറും പിന്നെ 2 സൈഡിൽ 2 ട്യൂട്ടറാണ് വരുന്നത്. പിന്നെ ഇവിടെ JBL നിന്ന് എഴുതിയതും കാണാം. ഈ ഒരു സ്പീക്കർ IPX4 സ്പ്ലാഷ് പ്രൂഫും അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴയുള്ള സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യാം ഈസി ആയിട്ട് തന്നെ. ഇനി മുകളിലായിട്ട് ഇവിടെ കാണാം JBL എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തത്. പിന്നെ ഇതാണ് പവർ ഓൺ ഓഫ് ബട്ടന്. ജസ്റ്റ് പ്രസ് ചെയ്താൽ പിന്നെ ബാറ്ററിൻ്റെ ലെവൽ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ഇവിടെ. പിന്നെ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഒരു ബട്ടനും പിന്നെ ബാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടനുണ്ട് ഇവിടെ. ഇത് 3 രീതിയിലുണ്ട്. ബാസ് ഓഫ് ചെയ്യാം, മീഡിയം, ഹൈ, അങ്ങനെ നമുക്ക് ഇവിടെ ബാസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലൈറ്റ് ഓൺ ഓഫ് ആക്കാൻ. ലൈറ്റ് ഓഫായി ഓൺ ആയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കളർ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ നോബ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ മാറുന്നത് കാണാം. എല്ലാ സൈസ് കളറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് സോങ് പേഴ്സൺ പ്ലേ ചെയ്യാനുള്ള ബട്ടനും പിന്നെ ഇവിടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ട ഒരു നോബും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പീക്കർ നമുക്ക് 3 രീതിയിൽ വെക്കാം. ഇപ്പം നമ്മൾ വെച്ചതുപോലെയും 2 സൈഡിലായിട്ടും വെക്കാം. അതിന് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും റബ്ബറിൻ്റെ ഒരു ബുഷ് വരുന്നുണ്ട്. ഇങ്ങനെ ഈ റബ്ബർ ബുഷ് വരുന്നത് കൊണ്ട് തന്നെ എത്ര ബാസിലുള്ള സോങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഒരു വൈബ്രേഷനോ ഒരു ജെർക്കിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ പ്ലേ ആക്കാൻ സാധിക്കും. ഇനി താഴെ ഭാഗത്തായിട്ട് ഇവിടെ കാണാം ഒരു ഹോള്. ഇത് നമുക്ക് ട്രൈപാഡൊക്കെ കണക്ട് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോള് വരുന്നത്. നമുക്ക് ഹൈറ്റിലൊക്കെ ആയിട്ട് വെക്കാം. ഇനി നമ്മൾ സ്പീക്കറിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോള് കാണാം. ഇത് നമുക്ക് ബാസൊക്കെ വരുന്ന സമയത്ത് ഹെയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ പവർ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഹാൻഡിൽ ഇവിടെ മുകളിലും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് നമുക്ക് പിടിച്ച് കൊണ്ടു നടക്കാം. ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഒരു റബ്ബർ കവറിങ് കൊടുത്തത്. ഇതിനുള്ളിൽ കുറച്ച് കണക്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു റബ്ബർ കവറിങ് കൊടുക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാം കണക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്. ഒരു മൈക്കിൻ്റെ ജാക്കും ഒരു ഗിത്താർ ജാക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നോബും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓക്സ് ഇന്നും ഒരു ഓക്സ് ഔട്ടും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് USB പോർട്ട്. ഈ USB പോർട്ടിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും നമ്മളെ ഫോണൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാനും സാധിക്കും. ഒരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഇവിടെ കാണാം TWS എന്നുള്ളൊരു ബട്ടന്. അത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ വരുന്ന വേറൊരു പാർട്ടി ബോക്സ് ഈ ഒരു ഓക്സിലറി ഔട്ടിൽ കണക്ട് ചെയ്തിട്ട് മറ്റേ പാർട്ടി ബോക്സിൻ്റെ ഓക്സ് ഇന്നിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലിടുന്ന അതേ ഒരു സോങ് നമ്മളെ മറ്റേ പാർട്ടി ബോക്സിനും പ്ലേ ആവുന്നതാണ്. അപ്പോൾ രണ്ടിലും നമുക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റീരിയോ ആയിട്ടുള്ള സൗണ്ട് കിട്ടും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത്. ഈ ഒരു സ്പീക്കർ വിത്ത് ബോക്സും ആയിട്ടുള്ള വെയിറ്റ് വരുന്നത് 11 kg ആണ്. ഇതിൽ 36 വാട്ട് അവറിൻ്റെ ലിഥിയം പോളിമർ ബാറ്ററിയാണ് വരുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് 12 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. ഇതിൽ ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം 3 മണിക്കൂറും 50 മിനിറ്റുമാണ്. ഈ ഒരു 12 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് എങ്ങനെ കിട്ടുന്നത് എന്ന് വെച്ചാൽ 20% വോളിയത്തിൽ ഇട്ടിട്ടും അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പിന്നെ ബാസ് ബൂസ്റ്റ് ഓഫ് ആക്കിയാലും മാത്രമാണ് നമുക്ക് ഈ ഒരു 12 മണിക്കൂർ കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പവർ കമ്പനി പറയുന്നത് 160 വാട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ വേർഷൻ വരുന്നത് 5.1ഉം. ബ്ലൂടൂത്ത് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്ലൂ ലൈറ്റ് വരുന്നത്. നോർമലി റീചാർജ് ചെയ്ത് യൂസ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ സൗണ്ട് പവർ കൊടുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ലൗഡും അതുപോലെ തന്നെ ബാസും കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ ഇരിക്കുന്നത് കാണാം, ഒരു 8 പോലെയാണ് ഇരിക്കുന്നത്. കൂടാതെ ഇവിടെ 2 ലൈറ്റ് വരുന്നുണ്ട്, താഴെയും മുകളിലായിട്ട് ഒരു ഫ്ലൈറ്റ് ലൈറ്റ് ഇവിടെ കാണാം. ഇങ്ങനെ സോങ്ങൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് ആര് കണ്ടാലും പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന ഒരു ഡിസൈൻ കൂടാണ് ഇതിന് വരുന്നത്. ഈ ലൈറ്റൊക്കെ വരുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ടാവും. ഇത് ഇൻഡോറിലും മെയിനായിട്ട് ഔട്ട്ഡോറിലും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പീക്കർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ലൗഡാണ്, എത്ര ബാസ് ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ഇയർഫോണോ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് വേണം കേൾക്കാൻ, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കുള്ളൂ. എത്രമാത്രം നിങ്ങൾക്ക് ഇതിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ JBLന്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അത്രയും നല്ല സൂപ്പർ സൗണ്ടാണ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത്. നല്ല ബാസും നല്ല ക്ലിയർ സൗണ്ടാണ് ഇതിന് വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന JBLന്റെ PartyBox 100 എന്ന് പറയുന്ന മോഡലിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമായിട്ടുള്ള സൗണ്ടാണ് കിട്ടുന്നത്. എത്രമാത്രം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കേൾക്കാൻ പറ്റിയെന്ന് അറിയില്ല. ഡയറക്റ്റ് കേൾക്കുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ട്, നല്ല ക്വാളിറ്റി സൗണ്ടാണ് കിട്ടുന്നത്. ഇനി ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് PartyBox ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് അതിൽ വരുന്നുണ്ട്. സൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അതിൽ വരുന്നുണ്ട്, എക്വലൈസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ കൂട്ടാനും സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ആപ്പ് വഴി സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് DJ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ലൈറ്റിൻ്റെ കളർ വരെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു സ്പീക്കറിന് UAE വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 1599 ദിറംസാണ്. എന്നാൽ ഇതിന് ഇന്ത്യയിൽ വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ ആമസോണിൽ കാണാൻ സാധിച്ചത് 32,099 രൂപയാണ്. നമ്മൾ ഈ ഒരു പ്രൈസ് കൊടുത്തിട്ട് ഈ ഒരു സ്പീക്കർ വാങ്ങുകയാണെങ്കിൽ തന്നെ നല്ല വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പീക്കറും കൂടെ ആയിരിക്കും ഇത്. വേറെ ഒരു ബ്രാൻഡിലും വരാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു JBLന്റെ സ്പീക്കറുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു JBLന്റെ PartyBox 110 എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ടെക് വീഡിയോസും കുറേ ഫിഷിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടി വരുന്നുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വല്ലതും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.